മലയാള സിനിമയുടെ അതുല്യ പ്രതിഭ, നടനും കഥാകൃത്തും സംവിധായകനുമായ ആക്ഷേപ ഹാസ്യത്തിൻ്റെ തമ്പുരാൻ ശ്രീനിവാസൻ നമ്മോട് വിടവാങ്ങി. ഇളയ മകൻ്റെ പിറന്നാൾ ദിവസം കൂടിയായിരുന്നു അത്. മനുഷ്യത്വത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്ന, വർത്തമാനകാലത്ത് മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലുന്നവരുടെ മുന്നിൽ സ്വന്തം വിവാഹ ജീവിതം മതങ്ങളുടെ ഒരു കൂട്ടായ സഹകരണമായിരുന്നു എന്ന് വളരെ മനോഹരമായി വിവരിച്ചു തന്ന കറകളഞ്ഞ ഒരു കലാകാരൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ. സാമ്പത്തികമായി വളരെ തകർന്നിരുന്ന സമയത്ത് ശ്രീനിവാസൻ തൻ്റെ കാമുകിയായ വിമലയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു കഥ ഒരു നുണക്കഥ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ അതിൻ്റെ നിർമ്മാതാവും കൂടിയായിരുന്ന ഇന്നസെൻറ്റിനോട് ഈ കാര്യം അവതരിപ്പിക്കുകയും കയ്യിൽ ഒന്നുമില്ലാത്ത ഇന്നസെൻറ്റ് സ്വന്തം ഭാര്യയുടെ വളകൾ പണയം വെച്ച് 400 രൂപ ശ്രീനിവാസൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ആ പണം കൊണ്ടാണ് ശ്രീനിവാസൻ വിവാഹത്തിന് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങിയതും വീട്ടിൽ ചെന്നതും. അപ്പോഴാണ് താലിമാലയായി സ്വർണം വേണമെന്ന അമ്മയുടെ നിർബന്ധത്തിൽ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ശ്രീനിവാസൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കണ്ണൂരിൽ അതിരാത്രം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ അതിൻ്റെ നായകനും സ്വന്തം സുഹൃത്തുമായ മമ്മൂട്ടി ഉണ്ടെന്നറിഞ്ഞ് മമ്മൂട്ടിയെ കാണാൻ പോകുന്നതും മമ്മൂട്ടിയോട് കാര്യം പറയുന്നതും. നാളെ എൻ്റെ വിവാഹമാണ്, ആരെയും അറിയിക്കുന്നില്ല, ചെറിയ രീതിയിൽ രജിസ്റ്റർ മാരേജ് ആണെന്നും എനിക്ക് 2000 രൂപയുടെ ആവശ്യമുണ്ടെന്നും പറയുന്നത്. അപ്പോൾ തന്നെ മമ്മൂട്ടി 2000 രൂപ എടുത്തു കൊടുക്കുകയും വിവാഹത്തിന് ഞാൻ വരുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, വിവാഹത്തിന് വരരുത്, എന്നെ ഇവിടെ ആർക്കും അറിയില്ല, ചെറിയ രീതിയിലുള്ള കല്യാണമായതുകൊണ്ട് താങ്കളെപ്പോലെയുള്ള ഒരു താരം അങ്ങോട്ട് വന്നാൽ ഒരുപാട് ആളുകൾ അറിയുകയും അതൊരു പ്രശ്നമാകുകയും ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ വളരെ സ്നേഹത്തോടെയെങ്കിൽ ഞാനില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. പിന്നീട് ആ വിവാഹം വളരെ മനോഹരമായി നടക്കുകയും ചെയ്തു. ഇത് പറയാൻ കാരണം ഈ സംഭവം പല വേദികളിലും ശ്രീനിവാസൻ വളരെ വികാരപരമായി പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രിസ്ത്യാനിയായ ഇന്നസെന്റ് തന്ന പണവും മുസൽമാനായ മമ്മൂട്ടി തന്ന പണവും കൊണ്ടാണ് ഒരു ഹിന്ദു പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ താലി ചാർത്തിയത്. അതുകൊണ്ട് എന്ത് മതം, എന്ത് ജാതി. ശ്രീനിവാസന്റെ എല്ലാ ആശയങ്ങളോടും എനിക്ക് യോജിപ്പില്ലെങ്കിലും ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യ സ്നേഹമാണ് ഏറ്റവും വലുതെന്നും മതങ്ങൾ വ്യക്തിപരമായ കാര്യമാണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മനുഷ്യബന്ധങ്ങൾക്കാണ് മൂല്യമുള്ളതെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ആ അതുല്യ പ്രതിഭയ്ക്ക് ആദരാഞ്ജലികൾ.